സുനിൽ വിജിത്ത് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓഡിയോ കേൾക്കാനായിട്ട് ഇടയായി. വളരെ നല്ല ഉൾക്കാഴ്ചയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ടൈത്ത്, നമ്മുടെ ദശാംശത്തെക്കുറിച്ച് അദ്ദേഹം ചില അനുഭവങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ശകലം കൂടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പോയ സഭയിലും അവിടെ മേടിക്കുന്ന രീതികളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. ഒരു എൻവലപ്പിൽ പേരെഴുതിയിട്ട് ആരുടെ പേരിൽ എത്ര രൂപ കൊടുത്തു എന്നുള്ള രീതികളിൽ ദശാംശം മേടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നില്ല. ഇവർ ദശാംശത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും അറിവില്ലാത്തൊരു കാര്യമാണ് ഈ ദശാംശം പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം. കാരണം ഈ പാസ്റ്റർമാർ ഈ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഏത് പാസ്റ്റർ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും അവർ വണ്ടി പിടിച്ച് ഓടുന്നത് പഴയ നിയമത്തിലേക്കാണ്. കാരണം അത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. അതൊരു ആചാരമായിട്ട് കൊടുത്തതല്ല, ഒരു സന്തോഷ സൂചകമായിട്ട് കൊടുത്ത കാര്യമാണ് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഓരോ ശുശ്രൂഷകളിലും പണം പിരിച്ചതായിട്ടോ ദശാംശം കൊടുത്തതായിട്ടോ ഒന്നും പറയുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഈ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലായാലും പൗലോസിൻ്റെ വേലയിലായാലും പണം ഒരു മുഖ്യ വിഷയമായിട്ട് ഒരിക്കലും കടന്നു വന്നിട്ടില്ല. മാത്രമല്ല യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ, അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർത്തുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് കിട്ടിയതാണ്, സൗജന്യമായിട്ട് ഇത് കൊടുക്കാനാണ് പറയുന്നത്. ഇന്ന് ഇല്ലാത്ത അത്ഭുതങ്ങളുടെ പേരിൽ ഫ്ലെക്സ് അടിച്ച് കാശ് പിരിക്കുന്ന ഈ പാസ്റ്റർമാർ എന്തു പറയാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല ആ വാക്യങ്ങൾ 10-ാം അധ്യായം 7 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സ്വർണം, വെള്ളി, ചെമ്പ് ഇവ എടുക്കരുത്, സഞ്ചി എടുക്കരുത്, ഈ ട്രാവൽ ചെയ്യുന്ന ഒരു ബാഗ് നിങ്ങൾ എടുക്കരുത്, മാത്രമല്ല 2 ഉടുപ്പ്, ചെരുപ്പ്, വടിയ ഇതൊന്നും കരുതരുത്. കാരണം യേശു ശിഷ്യന്മാരെ അയക്കുന്നത്, പ്രവർത്തനങ്ങൾക്കായിട്ട് അയക്കുന്നത് സമ്പാദിക്കാനല്ല. അതാണ് അവിടെ പറയുന്നത്. ഇന്നത്തെ പാസ്റ്റർമാരുടെയും തിരുമേനിമാരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ മെഴ്സിഡസ് ബെൻസിലും റോൾസ് റോയ്സിലുമാണ്. എത്ര മനോഹരമായ പ്രവർത്തനങ്ങളാണ് പാവപ്പെട്ടവൻ്റെ കാശ് പിടിച്ചു മേടിച്ചിട്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ദശാംശം എന്നുള്ള പേര് തീർച്ചയായിട്ടും എടുത്ത് കളയണം. അതില്ല. അതിന് നിങ്ങൾ ഇടേണ്ട പേര് ഫീസാണ്. അതായത് നിങ്ങൾ ഫീസ് കൊടുക്കുന്നു, അതാണ് ഇവന്മാർ ചോദിക്കുന്ന ഫീസാണ്. അവന്മാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫീസ്, അതാണ് അവന്മാർ ചോദിക്കുന്നത്. നിങ്ങൾ കോളേജിലും സ്കൂളിലൊക്കെ കൊടുക്കുമ്പോൾ ഫീസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, അതിനെ ചർച്ച എന്നൊന്നും ഞാൻ വിളിക്കുകയല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്ന, കാരണം നിങ്ങൾ അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ എടുത്തായിരിക്കും ചിലപ്പം ചെല്ലുന്നത്, അപ്പോൾ അവന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവന്മാർക്ക് കൊടുക്കാൻ നിങ്ങൾ ദശാംശം ഒന്നും പറയരുത്, സ്തോത്ര കാഴ്ച ഒന്നും പറയരുത്. ഇതൊക്കെ ഫീസാണ്, ഫീസ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്ലിയറായിട്ട് യേശു സംസാരിക്കുന്നു, നിങ്ങൾക്ക് പണത്തെയും ദൈവത്തെ ഒരുപോലെ സേവിക്കാനായിട്ട് പറ്റത്തില്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ധനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പണത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ, നോട്ട് എ ഗോഡ്. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് പാസ്റ്റർമാരും പുരോഹിതന്മാരും അൾട്ടിമേറ്റ് ഗോളാക്കി വെച്ചിരിക്കുന്നത് ഈ പണമാണ്. നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എങ്ങനെ കൃത്രിമങ്ങൾ കാണിച്ച് എൻ്റെ പണസഞ്ചിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് അവർ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള നാടകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടിനു ആയാലും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള നാടകങ്ങളാണ്. പ്രത്യേകിച്ച് ബൈബിളിൽ
നീ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടുന്നത്, ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഇതൊന്നും ഈ വിശ്വാസികൾക്കൊന്നും ഒരു വിഷയമേ അല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ കുറച്ചെങ്കിലും വിവരം വെക്കും. ഇത് ഈ ദൈവം ഒരു ബിൽഡിങ്ങിനെ അല്ല ചർച്ച എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും തൻ്റെ ആലയമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അത് പൗലോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അല്ലാതെ ടിജുമോൻ്റെയും ഒന്നും ആരാധനയിലല്ല ദൈവം ഇരിക്കുന്നത്. നിങ്ങളാകുന്ന ആലയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ഈ കസ്തൂരി തേടി നടക്കുന്നതിൻ്റെ കൂട്ടുള്ള മണം എവിടെ നിന്നാണ് വരുന്നതെങ്കിൽ തേടി നടക്കുന്നതിനോട് നടന്നിട്ടിരിക്കുക. ഉള്ളിലിരിക്കുന്ന ഈ ആലയത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാതാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ കോമരങ്ങളുടെ തുള്ളൽ കാണാനായിട്ട് നമ്മൾ ഓടുന്നത്. വിശുദ്ധ ബൈബിള് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സകല ദ്രവ്യ ആഗ്രഹങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കണം. പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ നിർബന്ധത്താലല്ല കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാസ്റ്റർമാരും പുരോഹിതന്മാരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. നിർബന്ധത്താൽ കൊടുക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് എന്തോ അത് നിങ്ങൾ ചെയ്യുക. നിൻ്റെ ഹൃദയത്തിൽ എന്താണ് നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക. അത് വിഷമത്തോട് നിങ്ങൾ കൊടുക്കുകയും വേണ്ട. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമല്ല. കാരണം ഇത് രണ്ടും കൂടെ ഒത്തുപോകത്തില്ല. അതാണ് യേശു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ, 2 യജമാന്മാരെ നിനക്ക് സേവിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ജസ്റ്റ് എ ടൂൾ. നിൻ്റെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും കാര്യത്തിനുള്ള ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു ടൂളായിട്ട് മാത്രമാണ്. അതിനെ അൾട്ടിമേറ്റ് ഗോളാക്കി നീ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ദൈവമില്ല. കാരണം നിൻ്റെ പ്രയോറിറ്റി മാറിപ്പോയി. നീ പണത്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ള ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും ഈ തിന്നു വീർക്കാനായിട്ട് കൊടുക്കുന്നതിനെക്കുറിച്ചല്ല യേശു ക്രിസ്തു സംസാരിച്ചിരിക്കുന്നത്. ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് യേശു കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണെന്നും എങ്ങനെ കൊടുക്കണമെന്നും അത് ഏത് രീതിയിൽ കൊടുക്കണമെന്നും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഒരു വിഭാഗം ആൾക്കാർക്ക് തിന്നു കൊഴുക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നിങ്ങൾ കൊടുത്ത് ദരിദ്രന്മാരായി തീരുകയല്ലാതെ ഈ കള്ളന്മാരെ നമ്മൾ ദിവസവും നമ്മൾ കൊടുത്ത് കോടീശ്വരന്മാരാക്കി മാറ്റുകയും ഈ വചനത്തിൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്ത് ഉപദേശങ്ങളാണ് നൽകുന്നത് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാതെ നമുക്ക് ദൈവം തന്നെ അതിനുള്ള വിസ്ഡം തന്ന് നമ്മളെ നടത്താനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ഈ തട്ടിപ്പ് സംഘങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ ഒരു കൂട്ടം കള്ളന്മാരെയാണ് വളർത്തുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതായത് നിങ്ങളൊരു കൊള്ളസങ്കേതത്തിനെ കാശ് കൊടുത്ത് വളർത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.